ഇന്ന് ഈസിയായി ബ്രെഡ് കൊണ്ട് നല്ല സോഫ്റ്റും ജ്യൂസിയുമായ ഗുലാബ് ജാമുൻ എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. അതിനായി ഞാനിവിടെ 10 സ്ലൈസ് ബ്രെഡാണ് എടുത്തിരിക്കുന്നത്. ഇത് സൈഡെല്ലാം ഒന്ന് കട്ട് ചെയ്തെടുക്കാം. ഇങ്ങനെ കട്ട് ചെയ്തെടുക്കണമെന്നില്ല, കട്ട് ചെയ്യാതെയും എടുക്കാവുന്നതാണ്. ഇനി ഇത് നല്ലതുപോലെ പൊടിച്ചെടുക്കാം. ഞാനിവിടെ കൈവച്ച് നന്നായി പൊടിച്ചെടുത്തിട്ടുണ്ട്. വേണമെങ്കിൽ മിക്സിയുടെ ജാറിലിട്ട് പൊടിച്ചെടുക്കാവുന്നതാണ്. ഇനി ഇതിലേക്ക് കുറച്ച് പാൽ ചേർത്ത് മിക്സ് ചെയ്യാം. കുറച്ച് മാത്രം പാൽ ചേർക്കാവൂ. നമ്മൾ പുട്ടിനൊക്കെ പൊടി കുഴയ്ക്കുന്നത് പോലെ കുറച്ച് മാത്രം പാൽ ചേർത്ത് കുഴച്ചെടുക്കാം. ഇനി ഇത് ചെറിയ ചെറിയ ബോൾസ് ആക്കി എടുക്കാം. ഇനി ഫ്രൈ ചെയ്തെടുക്കാം. പാനിൽ ഓയിൽ ഒഴിച്ച് ചൂടാക്കുമ്പോൾ ബോൾസ് ഇട്ട് ഫ്ലെയിം കുറച്ച് വെച്ച് ഫ്രൈ ആക്കി എടുക്കാം. ഫ്ലെയിം കുറച്ച് വെച്ച് തന്നെ ഫ്രൈ ചെയ്യണം, ഇല്ലെങ്കിൽ ബ്രെഡ് ആയതുകൊണ്ട് പെട്ടെന്ന് കരിഞ്ഞു പോകും. ഇനി ഇതുപോലെ ഒരു സ്പൂൺ വെച്ച് തിരിച്ചും മറിച്ചുമിട്ട് ഗോൾഡൻ കളർ ആവുമ്പോൾ കോരി മാറ്റാം. ഇനി ഇതെല്ലാം ഫ്രൈ ആയി കഴിഞ്ഞാൽ ഇതിലേക്കുള്ള പഞ്ചസാര പാനി തയ്യാറാക്കാം. അതിനായി ഒരു പാൻ അടുപ്പിൽ വെച്ച് അതിലേക്ക് 1/4 കപ്പ് പഞ്ചസാര ചേർക്കാം. ഇതിലേക്ക് 1/4 കപ്പ് വെള്ളം കൂടി ചേർത്ത് നല്ലതുപോലെ തിളയ്ക്കുമ്പോൾ 1/2 ടീസ്പൂൺ ഏലക്കാപ്പൊടി ചേർക്കാം. ഏലക്കയാണ് ചേർക്കുന്നതെങ്കിൽ 2-3 ഏലക്ക പൊട്ടിച്ച് ഇതിലേക്ക് ഇട്ടാൽ മതി. ഇനി ഇത് 2-3 മിനിറ്റ് കൂടി ഒന്ന് തിളപ്പിക്കാം. അപ്പോൾ പഞ്ചസാര പാനി കുറച്ച് തിക്കായിട്ട് വരും. അപ്പോൾ ഫ്രൈ ചെയ്ത ബോൾസൊക്കെ ഇതിലേക്ക് ചേർത്ത് ഫ്ലെയിം ഓഫ് ചെയ്ത് ഒന്ന് മിക്സ് ചെയ്ത് 30 മിനിറ്റ് അടച്ചു വയ്ക്കാം. 30 മിനിറ്റ് കഴിയുമ്പോഴേക്കും ഗുലാബ് ജാമുനെല്ലാം പഞ്ചസാര പാനിയൊക്കെ പിടിച്ച് നല്ല സോഫ്റ്റ് ആയിട്ട് വന്നിട്ടുണ്ട്. ഇത്രയേ ഉള്ളൂ. നല്ല ടേസ്റ്റിയായ ഗുലാബ് ജാമുൻ ഇവിടെ റെഡി ആയിട്ടുണ്ട്.